നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കി നെടുങ്കണ്ടത്തെ കൊടും ക്രൂര കൊലപാതകം എന്തിനു വേണ്ടിയായിരുന്നു? അതായത് സ്വന്തം അമ്മയെയും ജ്യേഷ്ഠനെയും സജി എന്തിനാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്? ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പ്രതി നൽകുന്നുണ്ട്. സ്വത്ത് തർക്കവും മാനസിക പീഡനവുമാണ് കൊലയ്ക്ക് കാരണമെന്ന് പ്രതിയുടെ മൊഴി. വഴക്കിന് കാരണമായത് സജിയുടെ പിതൃത്വത്തെ റെജി, അതായത് അനിയന്റെ പിതൃത്വത്തെ ചേട്ടൻ ചോദ്യം ചെയ്തു. ഇത് വഴക്കിലേക്ക് നയിച്ചു. മാത്രമല്ല, താൻ വിവാഹം കഴിക്കാൻ റെജി സമ്മതിച്ചിരുന്നില്ലെന്നും അതിന്റെ പേരിൽ തർക്കം പതിവായിരുന്നുവെന്നും സജിയുടെ മൊഴി. മദ്യപിച്ചെത്തിയ ഒരു ദിവസം സജി തർക്കത്തിനിടെ റെജിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. ഇത് ചോദ്യം ചെയ്ത മേരിയെ മർദ്ദിച്ച് എടുത്തെറിഞ്ഞു. അതിക്രൂരമായ കൊലപാതകമാണ്. സ്വന്തം മാതാവിനെയും ജ്യേഷ്ഠനെയും ഇയാൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. തർക്കങ്ങളുണ്ടായിരുന്നു, വഴക്കുണ്ടായിരുന്നു. ആ വഴക്കൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. ഒരു കൊലപാതകമല്ല, 2 കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. പക്ഷാഘാതം പിടിച്ച് കിടപ്പിലായിരുന്നു അമ്മ മേരിക്കുട്ടി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജ്യേഷ്ഠനെ കൊലപ്പെടുത്തിയപ്പോൾ കണ്ടത് തടഞ്ഞ അമ്മയെ, അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദിച്ച അമ്മയെയും പ്രതി കൊലപ്പെടുത്തുകയായിരുന്നു. സജിയുടെ മാതാവ് മേരി 70 വയസ്സ്, സഹോദരൻ റെജി 48 വയസ്സ് എന്നിവരുടെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയത്. കുറച്ച് ദിവസമായി ഇവരെ കാണാനില്ലായിരുന്നു. പിന്നാലെ മേരിയുടെ മകൾ സിനിയുടെ പരാതിയെ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് വീട്ടുവളപ്പിൽ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത്. ആദ്യം അഴുകിയ നിലയിലായതുകൊണ്ട് തന്നെ ആരാണ് തിരിച്ചറിയുക പ്രയാസകരമായിരുന്നു. ഒരു സ്ത്രീയും ഒരു പുരുഷനെ മൃതദേഹം കിട്ടിയെന്ന രീതിയിലായിരുന്നു ആദ്യം അന്വേഷണമൊക്കെ വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. പിന്നീടാണ് ഇവരാണ് കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചത്. സജി തന്റെ സഹോദരൻ റെജിയെ കൊന്നത് മർദ്ദിച്ചും കഴുത്തിൽ തോർത്തു മുറുക്കിയും നിലത്ത് വീണപ്പോൾ കഴുത്തി ചവിട്ടി പിടിച്ചുമാണ്. അമ്മ മേരിക്കുട്ടിയെ കൊന്നത് മുഖത്തിടിച്ചും കയ്യിൽ പിടിച്ച് കറക്കി ഭിത്തിയിലേക്ക് എറിഞ്ഞുമാണ് എന്നും പോലീസ് വ്യക്തമാക്കി. അതായത് ആ വീടിനുള്ളിൽ നടന്ന അതിക്രൂര സംഭവങ്ങൾ പോലീസ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ തർക്കമുണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു, അത് കയ്യാങ്കളിയിലേക്ക് എത്തുന്നു, മർദ്ദിക്കുന്നു, കഴുത്തിൽ തോർത്തു മുറുക്കുന്നു, നിലത്ത് വീണപ്പോൾ കഴുത്തിൽ ചവിട്ടിപ്പിടിച്ച് കൊലപ്പെടുത്തുന്നു. ഇതിനുശേഷം സ്വന്തം അമ്മ മേരിക്കുട്ടിയെ മുഖത്തിടിക്കുന്നു. അതിനുശേഷം കയ്യിൽ പിടിച്ച് കറക്കി ഭിത്തിയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതിക്രൂരമായ പൈശാചികമായ കൊലപാതകമാണ് ആ വീടിനുള്ളിൽ സജി നടത്തിയത്. ഏപ്രിൽ 4-ാം തീയതി രാത്രിയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. കൊലപാതകത്തിന് ശേഷം മൃതദേഹങ്ങൾ 2 ദിവസം വീടിന് പുറത്ത് ഗ്രീൻ നെറ്റിൽ പൊതിഞ്ഞു വെച്ച ശേഷം 3-ാം ദിവസം അർദ്ധരാത്രിക്ക് ശേഷം പ്രതി കുഴിച്ചിട്ടു. പിന്നീട് സജി ഒന്നും അറിയാത്ത പോലെ വീട്ടിൽ താമസിച്ചു. അമ്മയും മൂത്ത സഹോദരനെ ഇളയ മകൻ കൊന്നു കുഴിച്ചു മൂടിയെന്ന് ബന്ധുക്കളും നാട്ടുകാരും സംശയം ഉന്നയിച്ചു. കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്, അമ്മയും മൂത്ത സഹോദരനും എവിടെയെന്ന ചോദ്യത്തിന് സജി പരസ്പര വിരുദ്ധമായ മറുപടിയാണ് നാട്ടുകാർക്ക് നൽകിക്കൊണ്ടിരുന്നത്. 4-ാം തീയതി നടന്ന കൊലപാതകം ഈ തീയതി, അതായത് കഴിഞ്ഞ ദിവസം ഈ ഞായറാഴ്ചയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. ഇതുവരെ ഒളിപ്പിച്ചു വയ്ക്കാൻ പ്രതിക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം. പിന്നാലെ നടത്തിയ തിരച്ചിൽ പ്രതിയുടെ പരസ്പര വിരുദ്ധമായ മറുപടികൾ സംശയം തോന്നുന്നു. സഹോദരി സിനി പോലീസിൽ പരാതി നൽകുന്നു. സഹോദരനെ അമ്മയും കാണാനില്ല എന്ന് പറഞ്ഞ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഇവരുടെ വീടിൻ്റെ പറമ്പിൽ നിന്ന് തന്നെ 2 മൃതദേഹങ്ങളും കണ്ടെത്തിയത്. പിന്നാലെ തിരച്ചിൽ വീട്ടുവളപ്പിൽ നിന്നാണ് 2 മൃതദേഹം കണ്ടെത്തിയത്. പിന്നാലെ പ്രദേശത്താകെ നാട്ടുകാരും പോലീസും സംയുക്തമായി തിരച്ചിൽ നടത്തി പ്രതി സജിയെ തൊട്ടടുത്ത പറമ്പിലെ ഒളിയിടത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തുകയും ചെയ്തു. പിന്നാലെയാണ് പ്രതി എങ്ങനെയാണ് ക്രൂര കൊലപാതകങ്ങൾ നടത്തിയെന്നത് വിവരിച്ചത്. അമ്മയുടെ മൂത്ത മകന്റെ മൃതദേഹങ്ങൾ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയ മകനാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. തന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്നു, സ്വത്ത് തർക്കം ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം കൂടി വലിയ രീതിയിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. ഈ കൊലപാതകം നടത്തിയ ശേഷം പ്രതി ജോലിക്ക് പോയി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും മറ്റു വിവരങ്ങൾ കൂടി നമുക്ക് വിശദമായിട്ട് നോക്കാം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്. പ്രത്യേകിച്ച് പ്രതി തന്നെ അന്വേഷിക്കുന്നതും തനിക്കായി എല്ലാവരും അന്വേഷണം നടത്തുന്നതുമൊക്കെ പ്രതി മാറിയിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് കൂടുതൽ നോക്കാം. അമ്മയുടെയും സഹോദരന്റെയും മൃതദേഹങ്ങൾ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട ഇളയ മകൻ സജി പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ ഒളിച്ചിരുന്നത് വീടിന് സമീപത്തെ ഏലത്തോട്ടത്തിലാണ്. തോട്ടുവാക്കട പുന്നൂട്ടിൽ മേരി 71 വയസ്സ്, മകൻ റെജി 54 വയസ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിൽ മേരിയുടെ ഇളയ മകൻ സജി 43 വയസ്സുകാരനാണ് അറസ്റ്റിലായത്. പ്രതിയാണ് അതിക്രൂര കൊലപാതകം നടത്തിയത്. തിങ്കളാഴ്ച രാത്രി പരിശോധനയ്ക്കിടെ 2 തവണ സജിയെ കണ്ടു എന്ന് പ്രദേശവാസികൾ പോലീസിനോട് അറിയിച്ചു. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി, പക്ഷെ കണ്ടെത്താൻ സാധിച്ചില്ല. മരം കയറ്റത്തിൽ വിദഗ്ധനാണ് സജി. മരത്തിന്റെ മുകളിലിരുന്ന് പോലീസിന്റെ നീക്കം നിരീക്ഷിച്ചിട്ടുണ്ടാകുമെന്നാണ് നിലവിൽ കിട്ടുന്ന സൂചന. പോലീസ് കഴിഞ്ഞ ദിവസവും ഡ്രോണും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള പരിശോധന നടത്തിയിരുന്നു. ഇത്തരത്തിൽ പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടെ
വീടിനടുത്തുള്ള വഴിയിലൂടെ നടന്നു വന്നാണ് സജി പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. മൃതദേഹങ്ങൾ തിങ്കളാഴ്ച കണ്ടെത്തിയതിനു പിന്നാലെ സജിക്കായി പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. വീടിന് സമീപത്തെ ഏലത്തോട്ടത്തിൽ ഒളിച്ചു കഴിയുകയായിരുന്നു പ്രതി. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ സജി കീഴടങ്ങിയത്. തോട്ടുവാക്കട കവലയിലെ കടയിലെത്തിയ സജി തനിക്ക് തെറ്റ് പറ്റിയെന്ന് കടയിലെ ജീവനക്കാരിയോട് പറഞ്ഞു. സമീപത്തുണ്ടായിരുന്ന പോലീസ് സജിയെ പിടികൂടുകയും ചെയ്തു. പ്രതി പറയുന്നത്, നിങ്ങൾ എന്നെ തിരയുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്നാണ്. പോലീസ് അന്വേഷിച്ചെത്തിയ ഞായറാഴ്ച വൈകുന്നേരമാണ് വീടിനടുത്ത് നിന്ന് ഒരു ബാഗുമായി പ്രതി ഓടി രക്ഷപ്പെട്ടത്. ഇയാൾ വീടിന് സമീപം തന്നെയുള്ള പാറയിലും ഏലത്തോട്ടത്തിലുമാണ് ഇത്രയും ദിവസം, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ, ചൊവ്വാഴ്ച ഈ പ്രതിയെ കണ്ടെത്തുന്ന ആ ഒരു സമയം വരെയും ഇത്തരത്തിലായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചപ്പോൾ തന്നെ ഞായറാഴ്ച വൈകിട്ടോടെ ഏലത്തോട്ടത്തിലെ പടുത്താക്കുളത്തിന് സമീപത്ത് നിന്ന് കുറച്ച് വാഴപ്പഴവും വസ്ത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന പശയും ഒരു കൈലിയും അടങ്ങിയ ബാഗ് കണ്ടെത്തിയിരുന്നു. ഇതോടെ ഇയാൾ സമീപത്ത് തന്നെ ഉണ്ട് എന്ന് സൂചന കിട്ടി. പിന്നീട് പോലീസും നാട്ടുകാരും തിങ്കളാഴ്ച രാത്രി വരെ പരിശോധിച്ചു. പിന്നാലെയാണ് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചത്. തിരച്ചിലിനിടെ രാത്രി ഒരു തവണ സജിയെ ദൂരെ നിന്ന് ഓടി മറയുന്നത് കണ്ടെന്നും പറയുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ഒരു 12 മണി അടുപ്പിച്ചാണ് ചിന്നപ്പച്ചടി ഉമ്മാക്കട റോഡിൽ നിന്ന് നടന്നു വന്ന സജി ഇവരുടെ വീടിനടുത്തുള്ള കടയിലെത്തി താൻ കീഴടങ്ങുകയാണെന്നും തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമെന്നും കടയുടമ ലില്ലിക്കുട്ടി ജോസഫിനോട് കൈകൂപ്പി പറഞ്ഞത്. ഇത് കണ്ട സമീപത്ത് മഫ്തിയിലുണ്ടായിരുന്ന പോലീസുകാർ ഓടിയെത്തി സജിയെ പിടികൂടി. തുടർന്ന് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കൊലപാതകങ്ങൾ സജി എങ്ങനെ നടത്തി എന്നതും ഒരു ചോദ്യമാണ്. റജിയുമായി വീട്ടിൽ തർക്കമുണ്ടായെന്നും ഇതേ തുടർന്ന് സജി തുണി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരിക്കാമെന്നാണ് സൂചന. കൊലപാതകത്തിന് ദൃക്സാക്ഷിയായത് പക്ഷപാതം പിടിച്ച് കിടപ്പിലായിരുന്ന അമ്മ മേരിക്കുട്ടിയാണ്. അമ്മ മേരിക്കുട്ടിയെ സജി മർദ്ദിച്ചിരിക്കാമെന്നാണ്, അതാകാം അവരുടെ മരണ കാരണമെന്നും സൂചനയുണ്ട്. വീട്ടിൽ സൂക്ഷിച്ച മൃതദേഹം 2 ദിവസത്തിന് ശേഷം വീടിനോട് ചേർന്ന ചായപ്പിൽ പ്രതി എത്തിച്ചു. ഇവിടെ നിന്നാകാം വീടിന് സമീപത്തുള്ള പഴയ ചാണകക്കുഴിയിൽ കുഴിയെടുത്ത് മൃതദേഹം സംസ്കരിച്ചതെന്നാണ് നിഗമനം. തുടരന്വേഷണത്തിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. വ്യക്തത വരണമെങ്കിൽ അന്വേഷണം പുരോഗമിക്കണം. ഇരുവരുടെയും മരണം ഉറപ്പാക്കി 2 ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹങ്ങൾ വീടിന് സമീപത്തെ വിറകുപുരയിലെത്തിച്ച് വല ഉപയോഗിച്ച് മൂടിയിട്ടു. തുടർന്ന് വീട് വൃത്തിയാക്കി തുണികൾ കത്തിച്ചു. ഇതിന്റെ പിറ്റേന്നാണ് വീട്ടുവളപ്പിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത്. ഈ ദിവസങ്ങളെല്ലാം സജി ജോലിക്കും പോയിരുന്നു. ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്ന് സജി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ എന്ന് നടത്തിയെന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത പ്രതി നൽകിയിട്ടില്ല. ഏപ്രിൽ ആദ്യ ആഴ്ച സംഭവം നടന്നതായാണ് പോലീസിന് കിട്ടിയ സൂചന. കാരണം വോട്ട് ചോദിച്ചെത്തിയ സമയത്തൊക്കെ വോട്ട് ചോദിച്ചെത്തിയവരൊക്കെ ഈ അമ്മയും മകനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാകാം ഈ സംഭവം നടന്നത്. മാത്രമല്ല മൃതദേഹങ്ങൾ അഴുകിയ നിലയിലായിരുന്നു. അപ്പോൾ ഒരുപാട് ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൂചന കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് സജി വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. സജി കുറ്റം സംബന്ധിച്ചതിന് പിന്നാലെ മേരിയുടെ റജിയുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ഈ സംസ്കാര ചടങ്ങുകൾ നടത്തി ബന്ധുക്കൾ. അതേസമയം മേരിയുടെ ഭർത്താവ് പൊന്നൂട്ടിൽ മാത്യു 8 വർഷം മുൻപ് കാണാതായി. കേസിൽ പുനരന്വേഷണം നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. അതായത് സമാനമായി ഈ ഒരു ഇത്തരത്തിൽ സജി അമ്മയെയും അതുപോലെ തന്നെ സഹോദരനെയും കൊലപ്പെടുത്തിയിരിക്കുന്നു. പിതാവിനെ വർഷങ്ങളായി കാണാനില്ല. എന്തെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മാത്യുവിനായുള്ള അന്വേഷണം ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. മാത്യു സുവിശേഷകനായിരുന്നു. 2018 മാത്യുവിനെ കാണാനില്ലെന്ന് കാട്ടി വീട്ടുകാർ പരാതി തന്നിരുന്നുവെന്നും ഇതിന്മേൽ അന്വേഷണം നടക്കുകയാണെന്ന് നെടുങ്കണ്ടം പോലീസ് വ്യക്തമാക്കി. മാത്യുവിന്റെ തിരോധാനവും ഇതോടൊപ്പം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഇടുക്കി നെടുങ്കണ്ടത്ത് ഇരട്ട കൊലപാതകം കേരളത്തെ ഒന്നടങ്കം നടുക്കിയതാണ്. അതിനേക്കാൾ ഉപരി നടുക്കമായിരുന്നു നാട്ടുകാർക്ക് ഈ വാർത്ത നൽകിയത്. പച്ചടി തോട്ടുവാക്കട തിങ്കളാഴ്ച ഉണർന്ന് ഞെട്ടിക്കുന്ന ഇരട്ട കൊലപാതക വാർത്ത കേട്ടായിരുന്നു. വീടിനടുത്തുള്ള പട്ടിക്കൂടിന് സമീപം അമ്മയുടെ മകന്റെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തയറിഞ്ഞ് നാട്ടുകാർ ഒന്നടങ്കം നടുങ്ങി. നാട്ടുകാരുടെ സംശയം തിരച്ചിലിന് വഴിമാറിയതോടെയാണ് കൊലപാതകത്തിന്റെ ആദ്യ തുമ്പ് ലഭിച്ചത്. പട്ടിക്കൂടിന് സമീപം മണ്ണിളകി കിടക്കുന്നത് കണ്ട് തൂമ്പയ്ക്കൊന്ന് നീക്കിയപ്പോൾ തന്നെ ജീൻസ് ധരിച്ച അഴുകിയ കാൽ പുറത്ത് കണ്ടു. ഇതോടെ കൊലപാതകം ഉറപ്പിച്ചു. മരിച്ചത് റെജിയാണെന്ന് സംശയം ബലപ്പെട്ടു. അമ്മ മേരിക്കുട്ടി എവിടെയെന്നായി അടുത്ത ചോദ്യം. ഉടൻ പോലീസ് എത്തി പ്രദേശം ബന്ദോബസ്താക്കി. 1:45 നാട്ടുകാരുടെ സഹായത്തോടെ ഫോറൻസിക് സംഘം മൃതദേഹങ്ങൾ പുറത്തെടുത്തപ്പോൾ സംശയിച്ചത് തന്നെ സംഭവിച്ചു. ഒരു പുരുഷന്റെ സ്ത്രീയുടെ മൃതദേഹം ഉള്ളിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. അതായത് അമ്മയെയും മകനെയും ഈ സജി കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയായിരുന്നു. ശേഷം ഇയാൾ ഒളിവിൽ പോയി. പ്രതി എന്തായാലും കഴിഞ്ഞ ദിവസം പിടികൂടാൻ സാധിച്ചു. പ്രതിയുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. വളരെ ദുരൂഹമായ ഒരു കേസിന് പ്രതി ആരെന്ന ചോദ്യത്തിനൊക്കെ കഴിഞ്ഞ ദിവസത്തോടെ ഉത്തരം കിട്ടി. മാത്രമല്ല മൃതദേഹങ്ങൾ
കണ്ടെത്താൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു. ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. ശാസ്ത്രീയ പരിശോധനയ്ക്കൊക്കെ ശേഷം അതിക്രൂരമായ കൊലപാതകമാണ് പ്രതി നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.